പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാൻ ഇന്നലെ ഒരാളുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി കോട്ടയത്തിന് പോയി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ ഇന്നലെ അത് വാർത്ത കൊടുത്താണ്. നമ്മുടെ മലയാളികളുടെ ജനപ്രിയ നോവലിസ്റ്റായ സതീഷ് കച്ചേരിക്കടവ്. അപ്പോൾ ഞാൻ നമ്മുടെ 90-95 കാലഘട്ടത്തിലൊക്കെ ഏറ്റവും കൂടുതൽ വാരികകൾ അന്ന് മുടങ്ങാതെ വായിക്കുന്ന ഒരാളായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ഞാനും. ഈ ഇപ്പോഴത്തെ തലമുറയോടൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. നമ്മളിപ്പോൾ ആ കാഴ്ചയിൽ മംഗളം വാരികയാണേലും മനോരമ വാരികയാണേലും അതുപോലെ മനോരാജ്യം, അങ്ങനെ ഒരുപാട് വാരികകൾ ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്തുള്ള ഇതിൻ്റെ അകത്തൊക്കെ നോവലുകളാണ് നമ്മുടെയൊക്കെ മെയിൻ. ഇത് ഓരോ ആഴ്ചയിലും ആകാംക്ഷയോടെ കാത്തിരിക്കുക, അടുത്ത ആഴ്ചത്തെ വരാൻ വേണ്ടി നമ്മൾ ആകാംക്ഷയോടെ ആ മുൾമുനയിൽ നിർത്തിയിട്ടാണ് ഇവരൊക്കെ ഓരോരോ കഥകൾ പറയുന്നത്. അതുപോലെ സതീഷ് കച്ചേരിക്കടവിനെ പോലെ സുധാകർ മംഗളത്തോടെയുണ്ട്, അതുപോലെ ജോയ്സി ഉണ്ട്, കോട്ടയം പുഷ്പനാഥ്, അതൊക്കെ ഡിറ്റക്റ്റീവ് നോവലിസ്റ്റാണ്. അതുപോലെ അങ്ങനെ ഒരുപാട് നോവലിസ്റ്റുകൾ നമ്മുടെ മലയാളത്തിൽ വാരികകളിലൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇവരുടെയൊക്കെ നോവലുകൾ അതുപോലെ നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് നോവലൊക്കെ. അന്നത്തെ കാലത്ത് ദൂരദർശനം കാര്യങ്ങളിലൊന്നും സിനിമകൾ വല്ലപ്പോഴും ഒക്കെ ഒരു സിനിമ വന്നെങ്കിലായില്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരെ ആശ്രയിക്കുന്നത് നോവലിനെയായിരുന്നു. അപ്പോൾ ആ ജനപ്രിയ നോവലിസ്റ്റായ സതീഷ് കച്ചേരിക്കടവ്, അദ്ദേഹത്തിന്റെ ഓരോ നോവലുകളും വരാൻ വേണ്ടി ആൾക്കാർ കാത്തിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ മംഗളം വാരികയിലും അതുപോലെ മനോരമയിലൊക്കെ മുടങ്ങാതെ നോവൽ എഴുതി. അദ്ദേഹം കുറച്ചുനാൾ മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പാന്ന് തോന്നുന്നു, കോട്ടയത്ത് ജില്ലാശുപത്രിയിൽ മേലാകിയായിട്ട് അഡ്മിറ്റ് ആയ സമയത്ത് ഈ വാരികയിലെ ആൾക്കാരൊക്കെ അവിടെ പോയിരുന്നിട്ട് അദ്ദേഹത്തിന്റെ കഥ അദ്ദേഹം പറഞ്ഞു കൊടുക്കും. ഓരോ ആഴ്ചയിലെ ഈ സീരിയലിന്റെ എപ്പിസോഡ് എന്ന് പറഞ്ഞ പോലെ ഓരോ ആഴ്ചയിലെയും കഥകൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ട് അവരത് എഴുതുകയായിരുന്നു. അപ്പൊ ഞാൻ ഈ ഇങ്ങനെ ഇന്നലെ വെളുപ്പിനെയാണ്, പുലർച്ചെയാണ് അദ്ദേഹം മരിച്ചത്. അപ്പൊ അത് കാരണം പത്രത്തിൽ ഇന്നലെ വാർത്തയില്ലായിരുന്നു, ഇന്ന് മനോരമയിൽ വാർത്തയുണ്ട്. അപ്പൊ ഞാൻ ഓർക്കായിരുന്നു, നമ്മുടെ ഈ കലാകാരന്മാരൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മുടെ കോട്ടയം ജില്ലയിലൊക്കെ ഒരുപാട് ആൾക്കാർ അതുപോലെ പ്രസിദ്ധി ആർജിച്ച കലാകാരന്മാരുണ്ട്. പക്ഷെ അവരെയൊക്കെ നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ വീടും സാഹചര്യമൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആകെപ്പാടെ ഒരു പ്രയാസം തോന്നും. കാരണം ഇവരൊക്കെ ജീവിതം കലയ്ക്ക് വേണ്ടി സമർപ്പിച്ച ആളാണെങ്കിലും ഒന്നും സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇവരെയൊക്കെ വിറ്റ് പണമുണ്ടാക്കിയ ആൾക്കാരാണ് കോട്ടയത്തൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ. കാരണം ഇപ്പം മനോരമയിൽ ഞാനിപ്പം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനിന്ന് മനോരമ നോക്കി, അവർ നല്ലൊരു വാർത്ത അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ന്യൂസ് ചാനലിലെങ്കിലും ഒരു നല്ല രീതിയിലൊരു വാർത്ത കൊടുക്കുമെന്ന് നോക്കിയിട്ട് അവർ പോലും ഒരു ചരമക്കോളത്തിന്റെ അകത്ത് സതീഷ് കച്ചേരിക്കടവ് അന്തരിച്ചെന്നും പറഞ്ഞൊരു വാർത്ത കൊടുത്ത് ഒതുക്കുകയായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പം ഞാനും പറയാം, നമ്മുടെ പുതുപ്പള്ളിയിലാണേലും നമ്മുടെ കോട്ടയം സൗമരാജ് എന്ന് പറഞ്ഞ മിമിക്രി ആർട്ടിസ്റ്റ്, കേരളം മുഴുവൻ അറിയപ്പെടുന്ന, മലയാളികൾ എവിടെയുണ്ടെങ്കിലും അദ്ദേഹത്തെ അറിയപ്പെടുന്ന, അതുപോലെ നമ്മുടെ കൊല്ലം സുധി, ഇതൊക്കെ അവരൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ആരും തിരിഞ്ഞു നോക്കിയില്ല. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേന് അനുശോചന മീറ്റിംഗ് ആയി, അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ. ഈ സോമരാജിനെ അറിയാൻ മേലാത്തവരാരുമില്ല. ഞാനവിടെ ചെല്ലുമ്പോഴത്തേന് അദ്ദേഹത്തിന്റെ പയ്യപ്പാടിയിലാണ് താമസിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിലോട്ടൊരു വാഹനം പോലും കയറി ചെല്ലത്തില്ല. അതുപോലെ ബുദ്ധിമുട്ടിലും ദാരിദ്ര്യത്തിലാണ് ഈ കലാകാരന്മാരെല്ലാം. കൊല്ലം സുധി ആണെങ്കിലും ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചാണ് അദ്ദേഹത്തിന്റെ മരണസമയം വരെ അദ്ദേഹം ഒരുപാട് ബുദ്ധിമുട്ടി. അതിനുശേഷമാണ് ഇപ്പം രേണുസുധി. എന്നാലും അവരെ ഒരുപാട് ആൾക്കാർ ആക്രമിച്ചു, എങ്കിലും അവര് മിടുക്കിയാണ്, അതുകൊണ്ട് പിടിച്ചു നിന്നു. അതുകൊണ്ട് അന്ന് അവര് നല്ലൊരു നിലയിലെത്തി. അപ്പൊ ഇതാണ് കലാകാരന്മാരുടെ അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ നമ്മളെ കുടുകൂടെ ചിരിപ്പിക്കുന്ന ആൾക്കാർ. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേന് നമ്മൾ ആകെപ്പാടെ ഇപ്പൊ ഈ നമ്മുടെ കഴിഞ്ഞ ഇടയ്ക്ക് അതുപോലെ തന്നെ സതീഷ് കച്ചേരിക്കടവ് അന്തരിക്കുന്ന സമയത്ത് ഈ കുറെ ദിവസമായിട്ടെല്ലാം അസുഖബാധിതനായിട്ട് കിടക്കുകയായിരുന്നു. അപ്പൊ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഒരു ജീവചരിത്രമാണ് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത്. അത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ മരണം സംഭവിക്കുന്നത്. അപ്പം രാവിലെ തന്നെ ആദ്യം കാണാൻ വന്നത്, ഓടിയെത്തിയത് രമേശ് ചെന്നിത്തലയാണ്. പിന്നീട് നമ്മുടെ കോട്ടയത്തെ MLA ആയ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ, അതുപോലെ സുരേഷ് അടക്കം. അങ്ങനെ ഞാൻ അവിടെ നിൽക്കുമ്പോഴത്തേന് ഞാൻ ദഹനമായിരുന്നു നടന്നത്. അതിന് തൊട്ട് മുമ്പായിട്ട് ഞാൻ അവിടെ നിന്ന് പോകുന്നത്. എങ്കിലും കുറെ ആൾക്കാർ വന്ന്, അപ്പം കോട്ടയത്തുള്ള അറിഞ്ഞും കേട്ടുമൊക്കെ ഒത്തിരി ആൾക്കാർ വന്നു. അപ്പം നമുക്ക് സതീഷ് കച്ചേരിക്കടവിന്റെ വീട്ടിലേക്ക്, നമ്മൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. നമുക്ക് ആ ഭാഗങ്ങൾ ഒന്ന് കാണാം. ഇതാണ് ജനപ്രിയ നോവലിസ്റ്റായ സതീഷ് കച്ചേരിക്കടവ്. അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുമ്പായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുവും എൻ്റെ സുഹൃത്തുമായ മനു എടുത്ത ഒരു വീഡിയോയാണ്. അപ്പോൾ ഒരുപാട് തൂലികാ നാമങ്ങളിലൊക്കെയാണ് അദ്ദേഹം പല വാരികളിലും നോവലുകൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്.
മനോരാജ്യവും മനോരമയും മംഗളവും എന്ന് വേണ്ട ഒരുപാട് വാരികകളിൽ അദ്ദേഹത്തിൻ്റെ നോവലുകൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വായിച്ചിട്ടുള്ളതാണ്. കോട്ടയം കാരാപ്പുഴ റോഡിൽ സ്വല്പം മുന്നോട്ട് പോകുമ്പോഴത്തേന് ഇവിടുന്ന് ലെഫ്റ്റിലോട്ട് ബോട്ട് ജെട്ടിയിലേക്ക് ഒരു വഴിയുണ്ട്. ഈ വഴി സ്വല്പം നീങ്ങുമ്പം തന്നെ ഫസ്റ്റ് റൈറ്റിലേക്കുള്ള വഴിയിലാണ് സതീഷിൻ്റെ വീട്. ഇതൊരു ചെറിയ ഇടവഴിയാണ്. അത്യാവശ്യം ചെറിയ വാഹനങ്ങൾ മാത്രമേ കടന്നു പോകത്തുള്ളൂ. ഈ വഴി സ്വല്പം മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് വീണ്ടും ഇവിടുന്ന് ഇടത്തോട്ട് തിരിയുകയാണ്. ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോഴത്തേന് ഇവിടുന്ന് പിന്നെ ഒരു 50 മീറ്റർ മുന്നോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് ഇത് കുറച്ച് ദൂരമുള്ളൂ ഈ റോഡ്. പിന്നെ ഇവിടുന്ന് ചെറിയൊരു ഇടവഴിയാണ്. അത്യാവശ്യം നടന്നു പോകാൻ മാത്രം പറ്റുന്ന ഈ വഴിയാണ് കയറി വരുന്നത്. അപ്പോൾ ഇവിടെയാണ് സതീഷിൻ്റെ തൈപ്പറമ്പിൽ വീട്. കോട്ടയം കച്ചേരിക്കടവ് തൈപ്പറമ്പിൽ പരേതനായ കൃഷ്ണൻകുട്ടപ്പൻ്റെയും ലക്ഷ്മിയുടെയും മകനാണ്. വിവാഹിതനാണ്, എങ്കിലും കുട്ടികളും ഒന്നുമില്ല. യൂത്ത് കോൺഗ്രസ് കോട്ടയം വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് കോട്ടയം ബ്ലോക്ക് സെക്രട്ടറി, INTUC കോട്ടയം ബ്ലോക്ക് സെക്രട്ടറി എന്നീ നിലകളിലെല്ലാം പ്രവർത്തിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ അനിൽകുമാറിൻ്റെ ഭവനത്തിൽ വെച്ചാണ് ശവസംസ്കാര ചടങ്ങുകളെല്ലാം നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റ് നോവലുകളാണ് ഓശാന, രണ്ടാം വരവ്, ശ്രീമനസ്സ്, കണിക്കൊന്ന പൂക്കാതിരുന്നപ്പോൾ, മനമുരുകി കരയരുത്, അതിൽ രഥോത്സവമുണ്ട്, രഥോത്സവം സിനിമയായതാണ്, കണ്ണീർമഴ, ഓട്ടോ, മനസ്സമ്മതം, തറവാട്, അങ്ങനെ ഒരുപാട് നോവലുകൾ മലയാളികളുടെ മനസ്സിൽ എന്നും മായാതെ നിൽക്കുന്നതാണ്.